വെയിറ്റ്, ഞാൻ വ്ളോഗ് എടുക്കാം. എന്താണ്? ഞാനപ്പോൾ ഇത് കട്ട് ചെയ്യണല്ലേ? ശരി, ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നിറയെ പെട്ടികൾ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇറ്റ്സ് എ പെട്ടി പൊളിക്കൽ വ്ളോഗ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അപ്പം അച്ഛനോ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ദുബായിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ വരുമ്പോൾ ലൈക്ക് അവരെ പെട്ടിയിൽ എന്തൊക്കെയായിരിക്കും, നമുക്ക് എന്തൊക്കെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ മേമയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് എൻ്റെ അച്ചാച്ചനൊക്കെ ദുബായിൽ നിന്ന് വരുമ്പം എല്ലാവരും വീട്ടിൽ ഫാമിലി ഒക്കെ ഒരുമിച്ച് ഇരുന്നിട്ടായിരിക്കും പെട്ടി പൊളിക്കുക. അതൊരു ഭയങ്കര ഓർമ്മയാണ്. ഈവൻ എനിക്കാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആര് വന്നാലും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പെട്ടി പൊളിക്കും. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ആരുമില്ല. കാരണം കസിൻസൊക്കെ വിൻ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അമ്മ വീട്ടിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിന്ന് ഒറ്റയ്ക്കാണ് പെട്ടി പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 പെട്ടികളിലും ഇത്തവണ ഏറ്റവും കൂടുതൽ സാധനം എനിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനും അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുവന്നില്ല. നമുക്ക് വേഗം പെട്ടി പൊളിച്ച് നോക്കാം. ഓക്കെ, ചെറിയ പെട്ടിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, ചെറിയ പെട്ടിയിൽ അച്ഛൻ്റെ ഡ്രസ്സൊക്കെയാണ് ഉള്ളത്. അതിലാകെ എനിക്കുള്ള ഒരു സാധനമുള്ളൂ. ഈ പെട്ടി തുറക്കുന്നത് നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല. അത് കണ്ടല്ലോ, ഞാൻ എടുത്ത് കാണിച്ചു തന്നാൽ പോരാ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇതിനകത്ത് എനിക്കുള്ളൊരു ജാക്കറ്റാണ്. ഓക്കെ ഗൈസ്, ഈ ജാക്കറ്റാണ് ആദ്യം ഇരിക്കുന്നത്. അയ്യോ, ഇത് കറക്റ്റാണോ നോക്കണ്ടേ? ഇട്ട് നോക്കണ്ടേ? ഇത് H&Mൻ്റെ ഒരു വിൻ്റർ ജാക്കറ്റാണ്. ഇത് ഇട്ട് നോക്കണം. ഇപ്പം ഇട്ട് നോക്കണ്ട അല്ലേ? പിന്നെ ഇട്ട് നോക്കാം അല്ലേ? ഇത് കറക്റ്റായിരിക്കും. കുഴപ്പം, ഞാൻ സൈസൊക്കെ പറഞ്ഞു കൊടുത്തത്, അപ്പം കറക്റ്റായിരിക്കും. ഓക്കെ, നമുക്കിതിവിടെ വെക്കാം. അപ്പം ഈ കുഞ്ഞിപ്പെട്ടിയിൽ അച്ഛൻ്റെ ഡ്രസ്സുകളായിരുന്നു. പിന്നെ ഈ ജാക്കറ്റേ ഉള്ളൂ എന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പെട്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഈ പെട്ടികളും എനിക്കുള്ളതാണ്. ഈ പെട്ടി എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണ്, 3 പെട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പെട്ടി തുറക്കാം. ഇതിനെ മാറ്റി വയ്ക്കാം. അയ്യോ, ഓക്കെ, അങ്ങോട്ട് പോട്ടെ. ഇനി നമുക്ക് ഈ പെട്ടി തുറക്കാം. നമ്പർ ലോക്ക് ഉണ്ട്, ഞാനതൊന്ന് ആക്കട്ടെ. കിട്ടി മോനെ. വരിയല്ലേ മോനെ, എൻ്റെ പെട്ടി വരഞ്ഞു. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതുപോലത്തെ ജാക്കറ്റ് അല്ലാന്നെങ്കിൽ ഒരു സൈഡ് മൊത്തം ജാക്കറ്റ് തന്നെ ഉണ്ടാവും. തുറക്കാനൊന്നുമില്ല. ഇത് ഞാൻ എങ്ങനെ? ഓക്കെ, ഇങ്ങനെ തുറക്കാം. അപ്പം എനിക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ആദ്യം തന്നെ ഇത് എനിക്കുള്ളതല്ലല്ലോ. ഓക്കെ, ഇത് എനിക്കുള്ളതല്ല കേട്ടോ, ഇത് വീട്ടിലേക്കുള്ളതാണ്. അയൺ ബോക്സ്, പാനസോണിക്കിൻ്റെ ഒരു അയൺ ബോക്സാണ്. അപ്പം ഇത് എൻ്റെ സാധനമല്ല, ഇതിവിടെ വയ്ക്കാം അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇത് യൂണിവേഴ്സൽ ഒരു പ്ലഗ് അഡാപ്റ്ററാണ്. ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം ഇതെനിക്കുള്ള സാധനം. അപ്പം ഇതിവിടെ വയ്ക്കാം. പിന്നെ ഇതെന്താ? ഓക്കെ, ഇത് ഷൂസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പെട്ടി കണ്ടിട്ട് ഷൂസാണെന്ന് തോന്നുന്നു. അതെ, ഇതെന്ത് പാക്കേജിങ് നോക്ക്. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇതെന്താ സാധനം? എനിക്കറിയില്ലല്ലോ. ഇത് ഇത് അച്ഛൻ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ലാഭിക്കാൻ വേണ്ടി ഇതിനകത്ത് വെച്ചതാട്ടോ. ഞാനും വിചാരിച്ചു ഷൂവിൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനൊരു സാധനം എന്ന്. ഇത് മെഴുകുതിരി സ്റ്റാൻഡ് എന്തുവാ? ഇത് ഷോ പീസ്. അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. എൻ്റെ സാധനവും വീട്ടിലേക്കുള്ള സാധനം നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇത് എനിക്കുള്ള ഷൂവാ, വാട്ടർ പ്രൂഫ്. ഞാനിങ്ങനെ ഓരോ സാധനം കാണിക്കുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവല്ലേ എന്തിനു വേണ്ടിയിട്ടായിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ഷൂവ്. ഓക്കെ, ഇതെനിക്ക് ഓൾറെഡി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുമ്പം. കുറേ സാധനമൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാ മെഴുകുതിരി സ്റ്റാൻഡിൻ്റെയാണെന്ന് തോന്നുന്നു. ഇത്
ഇതിവിടെ ഫിക്സ് ചെയ്യാനുള്ളതാ, ഇതിന് ഫിക്സ് ചെയ്യാനുള്ളതാ. ഓക്കെ, ഇതിവിടെ നോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഷൂ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് വേറൊരു ഷൂ ഇഷ്ടപ്പെട്ടെ, പക്ഷേ എൻ്റെ സൈസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഈ ഷൂ മേടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വയ്ക്കാം, ഇതിനകത്ത് തന്നെ വയ്ക്കാം, ഇവിടെ തന്നെ വെക്കാം അല്ലേ. ഓക്കെ, ഇതെന്താ 3D വിത്ത് നോൺ റെസിസ്റ്റൻസ് ക്ലീനിങ്, ഇതെന്തോ തുണി ക്ലീനിങ്ങിൻ്റെ മറ്റേ ആ മാറ്റ് പോലത്തെ ഒരു സാധനമില്ലേ, അതാണ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു നൈറ്റ് വെയർ ആണ് അല്ലേ. ഓക്കെ, ഇത് നൈറ്റ് ഡ്രസ്സാണ് ഗൈസ്. ഇത് ടോപ്പും അതിൻ്റെ പാൻറ്റും എനിക്കിഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയൽ അല്ലേ. ഇതിനെന്താ പറയുക, ഇതൊരു കോട്ടൺ ഒന്നല്ല, ഇത് മറ്റേ അയ്യോ അതിനെന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് മെറ്റീരിയലിൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇതൊരു നൈറ്റ് വെയറാ. പിന്നെ ഇതും ഒരു നൈറ്റ് വെയർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതും അത് നൈറ്റ് വെയറാ. അയ്യോ ദേ നൈറ്റ് വെയർ, ഇതും ഇതിൻ്റെ പാൻറ്റും ഇങ്ങനെ. ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതൊന്നും ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഞാനിപ്പോൾ കാണുന്നതാണ്. ഇതും അതെ, അത് നേരത്തെ മെറ്റീരിയൽ അല്ല, ഇത് അതുപോലത്തെ മെറ്റീരിയലാണ് കേട്ടോ. ദേ അതിൻ്റെ പാൻറ്റും അതിൻ്റെ ടോപ്പും. ഇതൊക്കെ അച്ഛൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു. എല്ലാത്തിനും ആ ഒരു വാഷ് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, യൂഷ്വലി എപ്പോഴും ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ വാഷ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരല്. ഇത് ഷോ പീസാണ്, ഇത് വീട്ടിലേക്കുള്ളതാണ്. ഇതുപോലത്തെ ഒരെണ്ണം ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്, ഇത് ഞാൻ ഇവിടെ വയ്ക്കാം. ഇതൊരു ഷോ പീസാണ്, അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ പറ്റും. അമ്മേ, ഇനി നമുക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ആയി, ഇനി ഈ സൈഡ് തുറക്കാം. ചോക്ലേറ്റ് ഉണ്ടല്ലോ ഗൈസ്. 1 2 3 4. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് എനിക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ല. ടോബ്ലറോട് എനിക്കിഷ്ടമല്ല. ഇതിന് പല ഫ്ലേവർ ഉണ്ട്. ഫ്രൂട്ട് ആൻഡ് നട്ട് ഉണ്ട്, ഇത് നമ്മളെപ്പോഴും കഴിക്കുന്ന മിൽക്ക്, ഇത് വൈറ്റ്, ഇത് ഡാർക്ക്. വൈറ്റ് ചോക്ലേറ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഞാൻ ടോബ്ലറോണ്ട് വലിയൊരു ഫാനല്ല. പക്ഷേ വേറെ ചോക്ലേറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിത് കഴിക്കും. ഇതിവിടെ വയ്ക്കാം. 4 ടോബ്ലറോൺ. ഓക്കെ, ഇത് എനിക്കുള്ള സാധനമാണ്. ന്യൂട്രി ബുള്ളറ്റിൻ്റെ പോർട്ടബിൾ ബ്ലെൻഡർ. ഇതിനകത്ത് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ എൻ്റെ ഏരിയയിൽ വയ്ക്കാം. പിന്നെ ഇതും എനിക്കുള്ളതാട്ടോ. പക്ഷേ ഇതിനെന്തായിരുന്നു പറയുക, എപ്പിലേറ്ററോ എന്തായിരുന്നു, എപ്പിലേറ്റർ എന്നല്ലേ പറയാം, അതാന്ന് തോന്നുന്നു. നമ്മൾ കാലും ആംപിറ്റ്സൊക്കെ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെഷീൻ. അപ്പോൾ ഇത് എനിക്കുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ. ഇതെന്താ, ഇത് മഗ് പോലെ എന്തോ ആണല്ലോ. ഞാൻ എൻ്റെ അല്ല, ഇതെനിക്ക് പൊട്ടിച്ച് നോക്കണം, അല്ലാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല. ഇതെന്താണെന്ന് എനിക്കറിയണം. അയക്കേണ്ട എന്തോ സാധനം എന്തായാലും. ഇത് മിക്കവാറും വീട്ടിലേക്കുള്ളതായിരിക്കും, പക്ഷേ ഞാൻ പൊട്ടിച്ചോക്കണം. പൊട്ടുന്ന സാധനം തോന്നുന്നു, കാരണം അങ്ങനെ ഒരു പാക്കേജിങ്ങാണ്. എന്നിട്ട് ഞാൻ പൊട്ടിക്കുന്ന രീതി ആടെ ഞാൻ സിസ്റ്റേഴ്സ് കണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ അത് നിർത്തി തരുമോ ഗൈസ്? ഇങ്ങനെ പെട്ടി പൊട്ടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, കമൻറ്റ് ഡൗൺ കേട്ടോ. ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ പോലെ പെട്ടി പൊട്ടിക്കാനിരിക്കുന്നവർ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പെട്ടി പൊട്ടിക്കാൻ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ക്യാമറയും നോക്കിയിട്ട്. വലിയ കപ്പ്, ഇതെന്താ മറ്റേ ബിയർ കുടിക്കുന്ന പോലത്തെ കപ്പോ? അല്ല, 2 കപ്പാണ്. ഞാൻ വിചാരിച്ചാൽ ലോങ് 2 അല്ല, ഇത് നമ്മൾ മുന്നേ മേടിച്ച് വെച്ചത്. ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഐക്യയിൽ. ഇത് ഐക്യയിൽ നിന്ന് മേടിച്ച കപ്പാട്ടോ. അയ്യോ അമ്മ, ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ. ഇത് കഴിഞ്ഞ തവണ ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ കൊണ്ടുവരാൻ പറ്റാഞ്ഞത് ഇത്തവണ കൊണ്ടുവന്നതാട്ടോ. ഇത് ഐക്യേൻ്റെ 3 കപ്പ് ഇങ്ങനത്തെ. ഇതിൻ്റെ ബാക്കി ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഭദ്രമായിട്ട് വയ്ക്കാം. അത് അമ്മ കൊണ്ടുപോയി വെച്ചോ. ഇത് ഞാൻ ഇവിടെ തന്നെ വയ്ക്കേ. വലിയൊരു ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്.
ഇത് 1500 LED ട്രീ ബ്രൈറ്റ്സ് 37.5 മീറ്റർ ലിറ്റ് ലെങ്ത്ത്. അതായത് LED ലൈറ്റ് ഇത്. LED ഇതെന്തിനാ? ക്രിസ്മസ് കഴിഞ്ഞില്ലേ? ക്രിസ്മസ് ട്രീ ഇല്ല. ഞാൻ ക്രിസ്മസ് ട്രീ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ മേടിച്ചില്ല. അപ്പം അടുത്ത തവണ മേടിക്കുമ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇടാം. അപ്പം വലിയ ഒരുപാട് ഇത് 37.5 മീറ്റർ ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട് സാധനം. ഇതെനിക്കുള്ളതല്ല. ഇതതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇനി ഇത് പെർഫ്യൂം. ഓക്കെ, ഇത് ഗസ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം. ഇതെനിക്കുള്ളതാ. ഗസ് ഗേൾ ആയതുകൊണ്ട് ഇതെനിക്കുള്ള. അപ്പോൾ ഈ പെട്ടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഈ ഒരു പെട്ടിയും കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ഇനിയുള്ളത് ഈ വലിയ പെട്ടിയാണ്. ഇതിനകത്ത് എന്തായിരിക്കും? ഇതിനകത്തും സ്വെറ്റേഴ്സൊക്കെ ആയിരിക്കും മിക്കവാറും, അല്ലേ? നോക്കട്ടെ. അമ്മേ, മെല്ലെ മെല്ലെ. അയ്യോ, എൻ്റെ കൈ വെയിറ്റ് ഉണ്ട്. ആ, എൻ്റെ കൈ പോയി. ഓ, നമ്പർ ലോക്ക് എടുക്കണ്ടല്ലേ? വെയിറ്റ് അമ്മേ, അതിൻ്റെ നമ്പർ ലോക്ക് ഒന്ന്. പക്ഷേ കയ്യിലെ എടുക്കുന്ന, കയ്യിൽ താങ്ങി നിൽക്കുന്നത്. ഓക്കെ, കിട്ടി. അമ്മേ, ഓക്കെ. ഇതിങ്ങനെ ചരിച്ച് വെക്കാല്ലേ? അപ്പം എനിക്ക് എടുക്കാൻ എളുപ്പം. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഓ, ഇത് മറ്റേ ഇത് അത് ചായപാത്രം ഒന്നല്ല. അത് നോക്കട്ടെ എന്താന്ന്. വെയിറ്റ് തുറക്കട്ടെ ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ ഉള്ളത് പില്ലോ അല്ലേ? ഇത് പില്ലോ ആണെന്ന് തോന്നുന്നു. പില്ലോ ആയത്. ഇത് പില്ലോ ആ. ഇതെനിക്കുള്ളതാണെന്ന് തോന്നുന്നു, അല്ലേ? ആണെന്ന് തോന്നുന്നു. യെസ്, ഇതെനിക്കുള്ള പില്ലോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കത് ഇവിടെ വയ്ക്കാം. സിംഗിൾ കുൾട്ടല്ല, എനിക്ക് കുൾട്ട് ആവശ്യമില്ല. ഇവിടെ നമുക്ക് സിംഗിൾ ആവശ്യമില്ലല്ലോ വീട്ടിൽ. ഓക്കെ, ഇതിനി ഓക്കെ, ഇതൊരു ടോപ്പ്. ഇത് എവിടത്തെയാ നോക്കട്ടെ. അയ്യോ, H&Mൻ്റെ ഒരു വിൻ്റർ വെയർ ഡ്രസ്സ്. മറ്റേ ഇതിനെന്താ പറയുക ഈ കഴുത്തിന്? അയ്യോ, എനിക്കിങ്ങനെ പേരെല്ലാം മറന്നു പോകുന്നു. ആ, ഈ ഡ്രസ്സ് ഇങ്ങനെ കഴുത്തുള്ള. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതെന്താ? ആ, ലെതർ പാൻറ്. ഇത് ഞാൻ എപ്പോഴും നോക്കുവേ, പക്ഷെ ഇതുവരെ മേടിച്ചിട്ടില്ല. ബ്രൗൺ കളർ മറ്റേ ലെതർ പാൻസ്. H&Mൻ്റെ തന്നെ. H&Mൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മുമ്പ്. ഗൈസ്, അപ്പം ഇതൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഷോർട്സ് ഇടാം കേട്ടോ. ഇപ്പം എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള സമയമില്ല. ഇതൊക്കെ എനിക്ക് കറക്റ്റായിരിക്കും. എന്താ വെച്ചാൽ ഞാൻ അളവ് പറഞ്ഞു കൊടുത്തതാണ് H&Mൻ്റെ ഒക്കെ. ഇത് സ്മാർട്ട് ഷെഫ് ഫ്രൈ പാൻ. ഇതാർക്കാ? എനിക്ക് ഇതിൽ കറി ഉണ്ടാക്കാനോ? താളിച്ചിടാനുള്ള പാത്രം. ഓക്കെ, അപ്പോൾ ഇതെനിക്കുള്ളതാ. ഇവിടുത്തെ ഇതെന്താ? ചട്ടിയോ? ഇതെന്താ സാധനം? ഐക്യേൻ്റെ ആണ് എന്തായാലും. നോക്കട്ടെ, ഐക്യേൻ്റെ എന്താ നോക്കാം. വെച്ച് ബൗളാണോ? ഞാൻ പൊട്ടിക്കുന്നില്ല. എന്തായാലും ഒരുമാതിരി ക്ഷമയില്ലാത്ത ആൾക്കാരെ പോലെ ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് നല്ല ക്ഷമയാണ്. പൊട്ടിക്കലായതുകൊണ്ട് ആക്ച്വലി അമ്മ പറയുന്നതൊന്നും ക്യാപ്ചർ ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം എൻ്റെ മൈക്കുള്ളതുകൊണ്ട് അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊട്ടിക്കുന്നതായതുകൊണ്ടാണ് ക്ഷമയില്ലാത്തതെന്ന്. അതെ, അതുകൊണ്ടാണ് ക്ഷമയില്ലാത്ത. എൻ്റെ മുടിയൊക്കെ എൻ്റെ വായില്ല. ഇത് ബൗളുകളാന്ന് തോന്നുന്നു, ഒന്നല്ല. അയക്കുക. നമ്മളെ വീട്ടിലെ കിച്ചൺ ഐറ്റംസ് എന്താ പറയുക, ഒരു 95%, 95 അല്ലേ 100 തന്നെ പറയുക. അല്ല, 95. കുറച്ച് സാധനം നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചു. ഒരു 95% ഐക്യയിലുള്ള സാധനങ്ങളാണ്. നല്ല രസമുണ്ടല്ലേ ഷേപ്പ് നോക്ക്. അപ്പം ഇത് ബൗളാട്ടോ. അങ്ങനത്തെ എത്ര ബൗള്? 4 ബൗളുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ വയ്ക്കട്ടെ. എടുത്തു വെക്കണോ? പുറത്തേക്ക് എടുത്തു വെക്കണോ? എന്നാൽ ഞാൻ ഇത് പുറത്തേക്ക്. ഇതിൻ്റെ ഈ സാധനം കളയണോ? തട്ടോ മുട്ടോ ചെയ്താൽ പൊട്ടും ഗൈസ്. നല്ല ഭംഗിയില്ല ബൗൾ, എനിക്കിഷ്ടമായി. ഐക്യയിലെ എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ എൻ്റെ ബാക്കിൽ മൊത്തം സാധനമായിരിക്കില്ല ഇപ്പം ഫ്രെയിമിൽ. ഇല്ല, കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞു. ഇതും ആ ബൗൾ തന്നെയാ. പക്ഷെ എനിക്ക് തുറന്നു നോക്കണം ആ ബൗൾ അല്ലെങ്കിലോ. 4 ബൗള് സെയിം. അപ്പം 8 ബൗൾ സെയിം ഉണ്ടാവില്ലല്ലോ, വേറെ ആയിരിക്കും അല്ലേ? ഓക്കെ, നമ്മളിപ്പം
എത്രയോ കാലങ്ങളായിട്ട് എപ്പോഴും ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ വന്നാലും അമ്മ വന്നാലും അച്ഛൻ വന്നാലും ഒക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ഐക്യം തന്നെ എന്തോരം സാധനങ്ങൾ കൊണ്ടുവന്നല്ലേ, എന്നിട്ട് കൊണ്ടുവന്ന് തീർന്നില്ല. അതാണ് കോമഡി. ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സാധനം ഇവിടെ എത്തൂല, എല്ലാം പൊട്ടിപ്പോവും. പക്ഷെ ഇത് തുറക്കൽ. അതുപോലെ എനിക്ക് ഈ സാധനം ഇതിനെന്താ പറയുക, ബബിൾ റാപ്പ്. ബബിൾ റാപ്പ് പൊട്ടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ ഇഷ്ടമുള്ള കുറേ പേരില്ലേ, അവരും കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. അമ്മക്കും ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇത് താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കും, ഇതിങ്ങനെ ചവിട്ടും. അപ്പോൾ കുറേ ടിഷ് നല്ലോണം പൊട്ടും. ഒരു സെയിമാ ഞാൻ അല്ല സെയിം വലിപ്പം. ഞാൻ വിചാരിച്ചു വേറെ സാധനമാണെന്ന്. 8 എണ്ണം ഒരേപോലെയാ. 8 കറി ഉണ്ടാക്കണം, എന്നിട്ട് ഒരേപോലെ നിരത്തി വെക്കണം. 10 എണ്ണം എന്തിനാ? 10 ചേർന്ന് വെക്കണം. എന്താ അമ്മ സൂപ്പ് കൊടുക്കാൻ പോന്നാ? 8 കറി ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് നിരത്തി വെക്കാം ഗസ്റ്റ് വരുമ്പോൾ ഒരേപോലെ. ഓക്കെ, 4 സെയിം ബൗളാട്ടോ. അതാണ് ഞാൻ പിന്നെ ബാക്കിലേക്ക് എടുത്ത് വെക്കുന്നത്. ഓക്കെ, അമ്മേ ഇതെന്താ ഇത്? നല്ല പാത്രം. ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ പാത്രം. അതെ, പക്ഷെ ഫൈബറാ. ഇതും ഐക്യൻ്റെ ആട്ടോ, ഐക്യ. ഇതിലിപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞത് ഇത് എനിക്കുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം വീട്ടിലുള്ള സാധനമാണല്ലോ. പാത്രങ്ങൾ കുറേ. എനിക്കുള്ള സാധനം എല്ലാം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, കാരണം അതെനിക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോറി, ഞാൻ വർത്താനം പറയുന്നതിൽ ശ്രദ്ധിച്ചില്ല. ഇത് ചായപ്പൊടിയാണ്. ഇത് പൊട്ടിയിട്ടുണ്ട് തോന്നിട്ടാ. ചായപ്പൊടി മറിഞ്ഞിട്ടുണ്ട് അതിനകത്ത് കുറച്ച്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കേ, അങ്ങനെ അടുക്കളയിൽ കൊണ്ടുവെക്കും. എനിക്കുള്ള സാധനം എല്ലാം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അത് അച്ഛൻ എനിക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സ്പെയർ ഉള്ളതൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. അല്ലാത്തതൊക്കെ എനിക്ക് ഇപ്പം തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് കൊറിയർ ചെയ്ത്. നമ്മൾ നേരത്തെ കണ്ട സെയിം മറ്റേ കിച്ചൻ്റെ മറ്റേ സ്ലാബൊക്കെ തുടക്കുന്ന പോലത്തെ ഒരു സാധനം. ഓക്കെ, അതെൻ്റെ സാധനമല്ലല്ലോ, അതിപ്പുറത്തേക്ക്. ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ, കാല് തന്നെ എടുത്തു പോയി. ഇനി ഇങ്ങനെ ഇരിക്കാം. ഇനി ഈ ഭാഗം തുറക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഭാഗം. ഇതിനകത്ത് എന്താണെന്ന് നോക്കട്ടെ, എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ? ഓക്കേ, ആദ്യം തന്നെ ഉള്ളത് കൊളംബിയയുടെ ഒരു വിൻ്റർ ജാക്കറ്റാണ്. അത് തുറക്കണോ, ഓപ്പൺ ആക്കണോ? ഞാൻ വേണ്ടല്ലോ, ഇങ്ങനെ. ഇത് ഞാൻ സൈസ് ഇട്ട് നോക്കി. ഞാൻ എന്താ ചെയ്തേരാ ഗൈസ്, ഞാൻ ലുലുവിൽ പോയി, കൊച്ചി ലുലുവിൽ പോയിട്ട് കൊളംബിയ ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ജാക്കറ്റ് ഇട്ട് നോക്കി. എന്നിട്ട് ഞാൻ എൻ്റെ സൈസ് കറക്റ്റ് സൈസ് ഏതാന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അച്ഛന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അച്ഛൻ എനിക്ക് ദുബായിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നു. നാട്ടിൽ ഈ ജാക്കറ്റ്, ദുബായിലും എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നല്ലേ. നാട്ടിൽ ഞാൻ പോയി ഇട്ട് നോക്കി എന്ന് പറഞ്ഞില്ല. ഈ സെയിം സാധനം തന്നെ ഞാൻ ഇട്ട് നോക്കിയത്. ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഞാൻ നാട്ടിലിട്ട് നോക്കിയത്. അത് 12,000 സംതിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ജാക്കറ്റിന്. ദുബായിലും ഉണ്ടായിരുന്നു 600 ദിർഹംസ് എന്തോ ഉണ്ടായി. പക്ഷെ ഞാൻ വിചാരിച്ചത് ദുബായിലായിരിക്കും റേറ്റ് കുറവെന്നാണ്. പക്ഷെ ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്, കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ജാക്കറ്റാട്ടോ. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്കിത് ഇങ്ങനെ തന്നെ വെച്ച് കൊണ്ടുപോയാൽ പോരെ. അതപ്പം നോക്കാം. ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. അതെൻ്റെ കറക്റ്റ് സൈസാണ്, കാരണം ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത സൈസാണ്. അതുകൊണ്ട് ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ ഇങ്ങനെ ഒരു കവർ ഇരിപ്പുണ്ട്. ഈ ബ്രാൻഡ് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല. ഹെർഷൽ ആയിരിക്കും അല്ലേ? എന്തേലും ആവട്ടെ. ഇവിടെ നിന്ന് എനിക്ക് ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഒരു സാധനം. ഇത് ഭയങ്കര വലിയ ബാഗ് വന്നാ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വലുത് തോന്നുന്നു. നോക്കട്ടെ, ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എല്ലാം എനിക്ക് ലാപ്ടോപ്പ് വെക്കാൻ പറ്റുന്ന ബാഗ് വേണമായിരുന്നു. അപ്പോൾ
ഞാൻ മുന്നേ കോളേജിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബാഗ് കീറിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ പുതിയൊരു ബാഗ് മേടിക്കാൻ പറഞ്ഞതാ. ഇതേ ഈ ഒരു ബാഗ് നല്ല ഉണ്ടല്ലേ. ഇതൊരു ഒലീവ് ഗ്രീൻ അല്ല, ചാണകപ്പച്ച മലയാളത്തിൽ പറഞ്ഞ അങ്ങനത്തെ ഒരു കളറ്. പക്ഷെ എനിക്കിത് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഗ്രേ കളറാണെന്നാ. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. തുറന്നു നോക്കട്ടെ. ഓ, ഇത് തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈസി തുറക്കാൻ കഴിയില്ല ഗൈസ്. ഇതിങ്ങനെ നമ്മൾ മറ്റേ സ്കൂൾ ഷൂ ഇടുന്ന പോലെ തുറക്കണം പണ്ടത്തെ. ഇപ്പം എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്തായാലും നല്ല സ്പേഷ്യസ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഓൾറെഡി കണ്ടതാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണത്. അപ്പോൾ ഇതെനിക്കുള്ള സാധനം. ഇതെന്താ, ഇത് ലെക്കോസ്റ്റേൻ്റെ യെസ്. ഞാൻ ലാപ്ടോപ്പ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അച്ഛന് മാറിപ്പോയാ. ഞാൻ പറഞ്ഞ സാധനമല്ലേ ഇത്. ഞാൻ ലാപ്ടോപ്പിൻ്റെ കേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം ലാപ്ടോപ്പിൻ്റെ കേസ് വേണമെന്ന് പറയാൻ കാരണം മാക്ബുക്ക് അലുമിനിയം ഇതാണല്ലോ. അപ്പോൾ അത് എവിടെയെങ്കിലും തട്ടിയാൽ പെട്ടെന്ന് ഇത് കല വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കവറാട്ടോ. കവർ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് കേസ് ഓർഡർ ചെയ്യാൻ ആമസോണിൽ വല്ലോ നോക്കാം. ഇതെന്താ, ബെഡ്ഷീറ്റ് അല്ലേ? ഇതെനിക്ക് കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റും പില്ലോ കവറും. ഓക്കെ, ഇതിനി എൻ്റെ സ്വന്തം. മണം അറിഞ്ഞിട്ട് കഴുകിയ പോലെ ഇല്ല. ഇത് വാഷ് ചെയ്യണം. അപ്പം ഇതും ബെഡ്ഷീറ്റാണ്. ഇതും എനിക്കുള്ള ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിവിടെ ഇരുന്നോട്ടെ. ഇത് ഇന്നർവേഴ്സാണ്. അതെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ദുബായിൽ നിന്നാണ് ഇന്നർവേഴ്സ് മേടിക്കൽ. അപ്പം ഞാൻ അച്ഛന് സൈസ് പറഞ്ഞു കൊടുക്കും. അപ്പം അച്ഛൻ അത് മേടിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ലെസൻസാന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് ഇന്നർവേഴ്സ് മേടിക്കൽ. അപ്പം അത് മേടിച്ചതാണ്. ഞാൻ കാണിക്കുന്നില്ല, എന്തിനാ കാണിക്കുന്നല്ലേ. അതുകൊണ്ട് അവിടെ വെച്ചു. പിന്നെ അതേപോലെ തന്നെ ബാക്കി ഓൾ ഇന്നർവേഴ്സ് പാൻറ്റീസും ഒക്കെ ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് മേടിക്കൽ. അതുകൊണ്ട് അതും. ഓക്കെ, അടുത്തെന്താ, ഇത് സ്റ്റോക്കിങ്സ്. തെർമൽസാ സ്റ്റോക്കിങ്സ്. ഇത് ആക്ച്വലി തെർമൽസാട്ടോ. നല്ല സുഖം, തൊടാൻ തന്നെ നല്ല സുഖം. അല്ല വേറെ കളറും ഉണ്ട്. ഇതൊരു ബ്ലാക്കും ഇതൊരു ബ്രൗണും. തെർമൽസ് തന്നെ. ഹായ് തൊപ്പി. ഇതെല്ലാം ഇട്ടാൽ എന്നെ തന്നെ കാണാൻ ഇഷ്ടമല്ല. ഒരുമാതിരി ഉണ്ടാവില്ലേ? എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ തന്നെ പറയൂ. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് വൈബ് ഉണ്ടാവില്ല. മറ്റേ വിൻ്റർ വെയറൊക്കെ ഇട്ട് കഴിയുമ്പം ചിലപ്പോൾ രസമുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് ഫോട്ടോ ഇടുന്നതായിരിക്കും. ഇത് RNB എന്നാണ് ആക്സസറീസ്. ഇതുണ്ട്. പിന്നെ വേറൊരു തൊപ്പിയുണ്ട്, നല്ല രസമുണ്ട്. ഇത് ഭയങ്കര സുഖം അതിൻ്റെ ഉള്ളിൽ. ആഹാ, ഇതെല്ലാം ഞാൻ അലക്കണ്ടേ. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നെ. രസമുണ്ടോ? എനിക്കിതൊന്നും ഇട്ട് നടന്ന് ശീലമില്ലേ. അടുത്തത് സോക്സ്, മറ്റേ നീളമുള്ള സോക്സ്. നല്ല രസമുണ്ട് അതിൻ്റെ പാക്കേജിങ്. ഇതാ സ്റ്റോക്കിങ്സ്. ഇത് സ്റ്റോക്കിങ്സാണ്. സോക്സും സ്റ്റോക്കിങ്സും എല്ലാം H&M എന്നാണല്ലോ ഇത്തവണ. H&M പ്രോഡക്ട്സാണ്. ഇതും തെർമൽസാ. അല്ല, ഇത് സ്റ്റോക്കിങ്സാ. ഗൈസ്. ഇതും H&Mൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, ഇതും സ്റ്റോക്കിങ്സാ. ഇതൊക്കെ അലക്കീനെന്ന് തോന്നുന്നല്ലേ? എന്താ, ചിലത് അലക്കിയിട്ടുണ്ട്, ചിലത് അലക്കിയിട്ടില്ല. യൂഷ്വലി എല്ലാം ലൈക്ക് ആദ്യമേ മേടിച്ചതെല്ലാം അലക്കിയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ കുറച്ച് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അലക്കിയിട്ടുണ്ടാവില്ല. സ്കാർഫ്. ഇതിങ്ങനെ നമ്മൾ കഴുത്തിൽ കൂടെ ഇങ്ങനെ. ഗ്ലൗസ്, മഫ്ലേഴ്സ്, സ്കാർഫ് എല്ലാം പറഞ്ഞു. തൊപ്പി. ഇതിങ്ങനെ ഇടുന്ന സാധനം. നല്ല സുഖം. ഇപ്പോൾ ഇവിടെ AC ഇട്ടുകൊണ്ട് ചെറിയ തണുപ്പുണ്ടല്ലോ.
നല്ല സുഖം. വിൻ്റർ ക്ലോത്ത്സ് സ്റ്റൈൽ ചെയ്യുന്നത് പഠിക്കണം എങ്ങനെയൊക്കെ. ഞാനങ്ങനെ ഒരുപാട് സ്റ്റൈലിങ് ചെയ്യാറില്ല. പക്ഷെ വിൻ്റർ ക്ലോത്ത്സ് സ്റ്റൈൽ ചെയ്തിട്ടില്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു സ്വെറ്ററെല്ലാം വാരിയിട്ട് രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് സ്റ്റൈൽ, ഇപ്പം ഞാൻ വിൻ്റർ ക്ലോത്ത്സ് സ്റ്റൈൽ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് കാണലുണ്ട്, പിൻട്രസ്റ്റ് നോക്കലുണ്ട്. ഈ സാധനം ഞാൻ H&M കണ്ടിന് നാട്ടിൽ. ഇതിൻ്റെ നീല ഞാൻ ഇട്ട് നോക്കീന്. ഞാൻ കൊച്ചി പോയപ്പോൾ H&M പോയില്ലേ, ഞാനും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊച്ചിയിൽ H&M പോയിട്ട് കുറേ വിൻ്റർ വെയർ ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്വെറ്റേഴ്സ് പോലത്തെ അല്ല, ഇങ്ങനത്തെ സ്വെറ്റേഴ്സ് പോലെ തന്നെ, എന്താ പറയുക, ഇങ്ങനെ സ്വെറ്റ് ഷർട്ട്സും ഹുഡിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇട്ട് നോക്കി, പക്ഷെ എനിക്കിത് ഇട്ടിട്ട് അത്ര ഭംഗി തോന്നിയിട്ടില്ല. ഇത് അച്ഛൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് വേണ്ടാന്ന്. ഇതിൻ്റെ ബ്ലൂ കളർ ഞാൻ ഇട്ട് നോക്കിയായിരുന്നു, കുഴപ്പമില്ല. ഇത് നമുക്ക്, ഞാൻ ബട്ടണൊക്കെ ഇട്ടിട്ട് നോക്കി, അപ്പോൾ രസമില്ല. നമുക്ക് ചിലപ്പം വേറെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമായിരിക്കും. നോക്കാം. ഇനി നമുക്ക് കുറേ സ്റ്റൈലിങ് വീഡിയോസ് കാണണം. അപ്പം ഇതാണ് അടുത്തത്. നെക്സ്റ്റ് കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ലാസ്റ്റ് സാധനം, ഗ്ലൗസ്. ഞാനന്ന് പൂപ്പിനോട് പറഞ്ഞു, പക്ഷെ ഗ്ലൗസ് എല്ലാം ഇട്ടാൽ ഫോണ് നോക്കാൻ കഴിയില്ല, പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം പൂപ്പി, നമുക്ക് ഗ്ലൗസിൻ്റെ അറ്റത്ത് ഹോൾ ഉണ്ടാക്കാം, എന്നിട്ട് നീ ചാറ്റ് ചെയ്തോന്ന്. ചാറ്റ് ചെയ്യാച്ചാൽ മെസ്സേജ് ഒന്നും നോക്കാം, ഫോണ് നോക്കാനേ പറ്റില്ലല്ലോ, തൊടുമ്പോൾ അനങ്ങില്ലല്ലോ ഗ്ലൗ ഇട്ടോണ്ട്, നല്ല തടിയുള്ള സാധനമല്ലേ. അപ്പം അന്നേരം പറഞ്ഞത് അങ്ങനെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നമുക്ക് തുളയിടാന്ന്. അയ്യോ ഭയങ്കര ചൂടിൻ്റെ ഉള്ളിലേക്കെല്ലാം കൈയിടുമ്പം, അയ്യോ ഇതല്ല, ഇതേതാണ് ഭാഗം, ഈ കയ്യാ. ആക്ച്വലി ആ കൊളംബിയൻ്റെ സ്വെറ്ററിന് കൈ ഇവിടം വരെ, നമ്മുടെ ഫിസ്റ്റ് വരെ കവർ ചെയ്യുന്ന വരെയുണ്ട്, ഫിംഗർ മാത്രമേ പുറത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. ഈ ഭാഗം ഒന്ന് കാണിച്ചു നോക്കി. മൊത്തം ബെഡ് മൊത്തം ഇതിങ്ങനെ വലിച്ചിട്ടേക്കുക. ഇനി ഇതെല്ലാം എടുത്തു വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ 3 പെട്ടികളിൽ കൊണ്ടുവന്നത്. ഇതൊക്കെ ഇങ്ങനെ സ്വെറ്റേഴ്സ് പോലത്തെ ഡ്രസ്സുകളായതുകൊണ്ട് എല്ലാം അത്യാവശ്യം ബൾക്കിയല്ലേ. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ വാങ്ങിച്ച കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു H&Mലൊക്കെ പോയിട്ട് ഞാൻ മേടിച്ചായിരുന്നു, ഇനിയും മേടിക്കാനുണ്ട്. അപ്പം അതെല്ലാം വേണമെങ്കിൽ ഞാൻ വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പം എന്തിനാണ് ഇത്രയും സാധനങ്ങൾ മേടിക്കുന്നത്, എന്തിനാണ് വിൻ്റർ ക്ലോത്ത്സ് മേടിക്കുന്നത്, എല്ലാം വഴിയെ ഓരോ വ്ളോഗുകളിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇതെല്ലാം മേടിച്ചിട്ട് ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ കോമഡിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയാത്തത്. പക്ഷെ ഇപ്പം ഞാൻ ഇതെല്ലാം കാണിച്ചു. ഇനിയിപ്പോൾ ഇതെനിക്ക് ആ കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വല്ല തണുപ്പുള്ള സ്ഥലത്ത് ടൂർ പോകാം, എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മുതലാക്കാം. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാണ്. അപ്പം അങ്ങനെ നമ്മുടെ വലിയ പെട്ടിയും കൂടെ കഴിഞ്ഞു. ഇനി ഈ പെട്ടികളും എനിക്ക് സ്വന്തം, ഈ 3 പെട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു പെട്ടി പൊളിക്കൽ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം, എല്ലാവരെയും കാണിക്കാം എനിക്ക് കൊണ്ടുതന്ന സാധനങ്ങളൊക്കെ. ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പം ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാനും. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെട്ടി പൊളിക്കലിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ പോലെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി എൻ്റെ കുറേ വിശേഷങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിനി എൻ്റെ വഴിയെ വരുന്ന വ്ളോഗ്സിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും പറയും എന്താണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷെ അതിൽ ഒരു കുറച്ചും കൂടെ ഒരു കൺഫർമേഷൻസ് എനിക്ക് ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാത്തത്. അപ്പം എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. Until then, bye bye, take care.